കോർപ്പറേഷന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സംഘർഷം. ബി.ജെ.പി. കോൺഗ്രസ് പ്രവർത്തകർ മേയറെ തടഞ്ഞു. പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധമാണ് അല്പം മുൻപ് കൊച്ചി കോർപ്പറേഷൻ മുറ്റത്ത് അരങ്ങേറിയത്. ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി കൊച്ചി മേയറെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. വലിയ പോലീസ് സുരക്ഷയോടുകൂടിയാണ് മേയർ അകത്തേക്ക് പ്രവേശിച്ചത്. ഇവിടെ മുറ്റത്ത്, കോർപ്പറേഷന്റെ മുറ്റത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങളും അതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷന്റെ തൊട്ടുപുറത്തായിട്ട്, അതായത് ഗേറ്റിന് വെളിയിലായിട്ട് CPM പ്രവർത്തകരും അണിനിരന്നിരുന്നു. മേയർക്കുള്ള പിന്തുണയുമായിട്ടായിരുന്നു CPMന്റെ പ്രവർത്തകരെല്ലാവരും അണിനിരന്നിരുന്നത്. കനത്ത പോലീസ് വലയത്തിലാണ് മേയർ അകത്തേക്ക് കയറിയത്. അവിടെ കൗൺസിൽ യോഗം നടന്നു. പ്രതിപക്ഷത്തിന്റെ അംഗങ്ങൾ ഒരാൾ മാത്രമാണ് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തത്. ബാക്കി കോർപ്പറേഷന്റെ ഭരണപക്ഷ കൗൺസിൽ CPM അംഗങ്ങളെല്ലാവരും തന്നെ പങ്കെടുത്തു. അതോടുകൂടി കൗൺസിൽ അജണ്ടകളെല്ലാം തന്നെ പാസ്സാക്കുകയായിരുന്നു. അതിനുശേഷം മേയർ മാധ്യമങ്ങളെ കണ്ടു. ഈ 2011 മുതലാണ് ബ്രഹ്മപുരം പ്ലാന്റിന് ഈ അവസ്ഥ ഉണ്ടാവുന്നത്. എന്താണ് GJ എക്കോ പവർ എന്ന് പറയുന്ന സ്ഥാപനം. ഇപ്പോൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ധാരാളം ആക്ഷേപങ്ങളുണ്ട്. ഈ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഈ സോണ്ട അത് അന്വേഷിക്കണമല്ലോ, അവർ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടില്ല, അത് അന്വേഷിക്കട്ടെ. കോർപ്പറേഷൻ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അന്വേഷിക്കട്ടെ. 11 മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ വിജിലൻസ് അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് ഏത് അന്വേഷണവും പറയാം. അപ്പോൾ ഈ അഗ്നിശമന സേനാ വിഭാഗത്തോടുള്ള നന്ദി നമ്മൾ ഈ കൗൺസിലിൽ രേഖപ്പെടുത്തി. ഈ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ശമ്പളമോ മറ്റ് പേർക്സോ ഒന്നുമില്ല. അപ്പോൾ അത് ഞങ്ങൾ കൊടുക്കണമെന്ന് ഇന്നത്തെ കൗൺസിൽ തീരുമാനിച്ചു. സർക്കാരുമായിട്ട് ആലോചിച്ച് സർക്കാരിൻ്റെ കൂടി ഒരു അംഗീകാരത്തോടു കൂടി അവർക്കുള്ള ഒരു സഹായം ഞങ്ങൾ നൽകും. ഉറവിട മാലിന്യ സംസ്കരണമാണ് പ്രധാനമായും കോർപ്പറേഷൻ ഇനി മുതൽ അങ്ങോട്ട് ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ മാലിന്യം തരം തിരിച്ച് സംസ്കരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സർക്കാരുമായി ചർച്ച ചെയ്ത് ബ്രഹ്മപുരത്ത് ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കോർപ്പറേഷൻ കൗൺസിൽ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മപുരത്തെ ഫയർ ഫൈറ്റ്, മറ്റ് സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടൻ പരിഹരിക്കും. എന്തായാലും മേയർ പുറത്തേക്ക് പോയപ്പോഴും പ്രതിപക്ഷ കൗൺസിലർമാർ വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുകയും മേയറെ തടയാൻ ശ്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. ഇന്നുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷത്തെ UDFിലെ 3 പേരുടെ തലയ്ക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ നിരവധി ആളുകൾക്ക് പോലീസ് ലാത്തി വീശിയതോടുകൂടി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.